എല്ലാവർക്കും തിരുവാതിര ആശംസകൾ. അപ്പോൾ തിരുവാതിരയ്ക്ക് ഞാൻ ഉണ്ടാക്കിയത് എന്താണെന്ന് നോക്കണ്ടേ. തിരുവാതിരക്കളി, തിരുവാതിരപ്പുഴുക്ക്. തിരുവാതിരക്കളി എന്ന് പറഞ്ഞാൽ നമ്മുടെ സത്യത്തിൽ മലയാളീസ് എന്ന് പറയുമ്പോൾ തിരുവാതിരക്കളി എന്ന് പറയുമ്പോൾ നമ്മുടെ കളിയായിരിക്കും ഉദ്ദേശിക്കുന്നത് അല്ലേ. പക്ഷേ ഇതല്ല കേട്ടോ. ഇത് തിന്നുന്ന ഒരു സാധനമാണ്. തിരുവാതിരക്കളി എന്നാണ് ഞങ്ങളതിന് പറയാറ്. അതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ തിരുവാതിരക്കളി എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് കാണിച്ചു തരാം. പിന്നെ പുഴുക്ക് സാധാരണ പോലെ തന്നെ എല്ലാവരും ഉണ്ടാക്കണ പോലെ തന്നെയാണ്. നമ്മുടെ എല്ലാ പച്ചക്കറികളും ചേർത്ത് തേങ്ങയും പച്ചമുളകൊക്കെ അരച്ചുണ്ടാക്കണം. അപ്പോൾ പുഴുക്കിൻ്റെ കാണിക്കുന്നില്ല. തിരുവാതിരക്കളി എന്താണെന്നുള്ളത് കാണിച്ചു തരാം. സാധാരണ ബ്രാഹ്മിൻസിനാട്ടോ ഈ തിരുവാതിരക്കളി എന്നുള്ള പേര് ആ സ്വീറ്റിനുള്ളത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കും അറിഞ്ഞുകൂടാ കേട്ടോ. പണ്ട് തൊട്ടേ അങ്ങനെയാണ് തിരുവാതിരക്കളി എന്നാണ് അതിന് പറയാറ്. അപ്പോൾ തിരുവാതിരക്കളി എങ്ങനെയാണെന്ന് കണ്ടു നോക്കൂ. ഒരു കപ്പ് പച്ചരി ഞാൻ ഒരു മണിക്കൂറോളം കുതിർത്തി വെച്ചു. ഇനി ഇത് വെള്ളമൊക്കെ കളഞ്ഞ് കുറച്ച് നേരം ഒന്നിങ്ങനെ ഒരു ഓട്ടയുള്ള പാത്രത്തിൽ വെച്ചിട്ട് അതിൻ്റെ വെള്ളമൊക്കെ പോയി കഴിഞ്ഞ് ഒരു തുണിയിൽ നിരത്തി വെക്കുക കേട്ടോ. അപ്പോൾ ഒരു അരമണിക്കൂറോളം വെയിൽ കൊള്ളിച്ചാലും മതിയാവും. അപ്പോഴേക്കും നന്നായിട്ട് ഉണങ്ങി വരും. പിന്നെ അത് തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തു. ഇനി അത് വറുത്തെടുക്കണം. ഏകദേശം ഒരു അരമണിക്കൂറോളം വേണ്ടി വരും. ഗ്യാസ് ഒന്ന് സിമ്മാക്കി വെച്ചിട്ട് ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഇതുപോലെ ഒരു നന്നായിട്ട് വറുത്തെടുക്കുക. അതായത് കരിഞ്ഞു പോകാത്ത രീതിയിലൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും. അപ്പോൾ ഏകദേശം ഒരു 3/4 പാത്രമുണ്ട്. അപ്പോൾ അതേ അളവിൽ തന്നെ ശർക്കര എടുത്തു. പിന്നെ ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുത്ത് കഴിഞ്ഞാൽ അരിച്ചെടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞു. അപ്പോൾ അരിപ്പൊടി എടുത്ത് അതേ പാത്രത്തിൽ 5 കപ്പ് വെള്ളം ഞാൻ ഒഴിക്കുക കേട്ടോ. അപ്പോൾ 5 കപ്പ് വെള്ളവും പിന്നെ 1 കപ്പ് ശർക്കരപ്പാനി, അങ്ങനെ മൊത്തം 6 കപ്പ് ഉണ്ടാവും. അതിലേക്ക് കുറച്ച് ഏലക്ക കൂടി ഒന്ന് ചതച്ചത് ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കാം. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആ വറുത്ത് വെച്ചിരുന്ന അരിപ്പൊടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇനി വീണ്ടും അതുപോലെ തന്നെ ഒരു അരമണിക്കൂറോളം നമ്മളൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. നന്നായിട്ട് വെള്ളം വറ്റി ശരിക്കും പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരണ ഒരു സ്റ്റേജ് ഉണ്ടാവുമല്ലോ, അതുപോലെ വരുന്നത് വരെ നമ്മളിത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ തെറിക്കുകയാണെങ്കിൽ കുറച്ചൊന്ന് മൂടി വയ്ക്കുക കേട്ടോ. അങ്ങനെ ഏകദേശം അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്ത് കഴിഞ്ഞു അരിപ്പൊടിയൊക്കെ. പിന്നെ കുറച്ച് നാളികേരവും കൂടി ചേർത്തു. പിന്നെ കുറച്ച് നെയ്യിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്ത് ചേർത്ത് കുറച്ചും കൂടി നെയ്യ് വേണമെങ്കിൽ ഒഴിക്കാം കേട്ടോ. അത് അവരവരുടെ ഇഷ്ടം. അങ്ങനെ തിരുവാതിരയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു സ്വീറ്റ് റെഡിയായി കേട്ടോ. അപ്പോൾ തിരുവാതിരയ്ക്ക് വേണ്ടി കാലത്ത് കഴിക്കുന്നത് ഞങ്ങൾ ഈ തിരുവാതിരക്കളി എന്നാണ് ഇതിന് പറയണത്. പിന്നെ പുഴുക്ക്, വെള്ളപ്പയറും നമ്മുടെ പച്ചക്കറിയൊക്കെ ഇട്ട് ചേർന്ന് ഒരു പുഴുക്കും. അപ്പോൾ ഇന്നത്തെ തിരുവാതിര സ്പെഷ്യൽ ഞങ്ങളുടെ ഡിഷാണ്. അപ്പോൾ രാവിലെ ഞാനും കഴിക്കട്ടെ. തിരുവാതിര ഒരിക്കലെല്ലാം കഴിഞ്ഞ് പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും ഇത് തന്നെയാണ്. അപ്പോൾ പ്രത്യേകിച്ച് വേറെ ഒന്നും ഉണ്ടാക്കിയില്ല. കണ്ടില്ലേ, നന്നായിട്ട് കട്ടിയായിട്ട് വന്നത് കണ്ടില്ലേ. കാണുമ്പോൾ അറിയാൻ പറ്റും എത്ര വെള്ളം ഒഴിച്ചതാണ്. എന്നാലും അത് നന്നായിട്ട് ശരിക്കും വെന്ത് വരണമെങ്കിൽ അത്രയും വെള്ളം ഒഴിക്കണം കേട്ടോ. പിന്നെ തിരുവാതിര പുഴുക്കും. അപ്പോൾ നാളെ വീണ്ടും കാണാം കേട്ടോ.